ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 പൊതുപരീക്ഷ ഫെബ്രുവരി 8, 9 തീയതികളിൽ നടക്കുകയാണ്. ഇതിൽ 8-ാം തീയതി നടന്ന ദുറൂസുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വോയിസിലൂടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ആൻസർ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വോയിസ് ആയിട്ട് ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. എന്താണ് കോളത്ത് ടിക്ക് ചെയ്യാനുമാണ് ആദ്യം വരുന്ന ചോദ്യങ്ങൾ. ജുമാ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല, ആർക്ക് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് സ്ത്രീകൾക്കാണ്. അടുത്തത്, തഖ്വയുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അറിയാലോ അല്ലേ, കറാമത്ത്. മൂന്നാമത്തെ ചോദ്യം, ഹിജ്റ 80 കൂഫയിൽ ജനിച്ചു ആര്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 10 മണി എന്നാണ് അർത്ഥം? അസാഅത്തു ആഷിർ. അഞ്ചാമത്തെ ചോദ്യം, യാ ഉലാമു മൻ അബൂക്ക. ഇത് ചോദിച്ചത് ആര് എന്നാണ്? ഇത് ചോദിച്ചത് ജുറൈസ് റളിയല്ലാഹു അൻഹു ആണ്. കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, യാ ഉലാമു മൻ അബൂക്ക, നിൻ്റെ ഉപ്പ ആരെന്ന്. ജുറൈസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അപ്പോൾ അത് അഞ്ചാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം, മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് നൽകിയ പാരിതോഷികം 500 ദിർഹം എന്നതാണ്. ഇനി ചേരുമ്പടി ചേർക്കാൻ വന്നതാണ്. തൗബ ചെയ്ത് മഹാനായി ആര് എന്നാണ്? ഓപ്ഷൻ ഇ, ഫുലൈൽ ഇബ്നു ഇയാൽ എന്നതാണ്. അടുത്തത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ആര് എന്നാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഔസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായി ആര്? ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ന ഓപ്ഷൻ എ ആണ്. 4 ഇമാമുകളിൽ പ്രഥമനാര്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് വന്നത്. സ്ത്രീകൾ വീടിൻ്റെ ഡേഷിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്, ഉള്ളറയിൽ വെച്ച്. ഇവിടെ വിട്ട ഭാഗത്ത് ഉള്ളറയിൽ നിന്ന് നമ്മളുടെ ആൻസർ ചോദ്യം നമ്പർ 1, 3-ൽ 1 അതിട്ടിട്ട് എഴുതാം. അടുത്തത്, അതിൽ 2 വരുന്നത് വിശുദ്ധ ഖുർആൻ ഡേഷിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇസ്ലാമിൻ്റെ. മൂന്നാമത്തത്, ചെറുപ്പകാലത്ത് ഡേഷ് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. എന്താണ് ചെറുപ്പകാലത്ത് പഠിക്കുന്നത് എന്ന് അവിടെ എഴുതാം. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡേഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ജന്നത്തുൽ ബഖീയിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അടുത്തത്, തെറ്റു ചെയ്തു പോയതിൽ ഡേഷ് തൗബയുടെ ഷർത്താണ്. എന്താണ് തെറ്റു ചെയ്തു പോയതിൽ? ഖേദിക്കൽ തൗബയുടെ ഷർത്താണ്. അടുത്തത്, സൗഫ നദ്ഹബു ഇല ഡേഷ് ബഅദൽ അസർ. അപ്പോൾ നമുക്ക് അറബി ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ വന്നൊരു ഭാഗമാണത്. അപ്പോൾ അവിടെ ഇലൽ ബൈത്തി ബഅദൽ അസർ, അസറിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക എന്നാണ്. അപ്പോൾ അവിടെ ഇലൽ ബൈത്ത് എന്നതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് ഒന്നാമത്തത്? 4-ൽ 1 വരുന്നത്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരം എവിടെയാണ്? ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ എന്ന് എഴുതാം. അടുത്തത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ് ആര്? സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. അപ്പോൾ അവിടെ സ്ത്രീ എഴുതാം. അടുത്തത്, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ? ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത് മദീനയിലാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനിച്ചത് മദീനയിൽ. അടുത്തത്, അത് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. ഏതാണ്? ഇൽമ്, അറിവ് ഒക്കെ എഴുതാം. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്.
അടുത്തത് മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആര്? മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അടുത്തത് വിശ്രമം എന്ന വാക്കിൻ്റെ അറബി പദം. വിശ്രമം എന്ന വാക്കിൻ്റെ അറബി പദം ഇഷ്തിറാഹ എന്നാണ്. ഇനി 5 ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തത്, ആരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചര്യ അനുധാവനം ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അടുത്തത്, ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെ? നിസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. അടുത്തത്, എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? ആരോടാണ് ചോദിച്ചത്? ആരോടാ ചോദിച്ചത്? മറിയം ബീവി റളിയല്ലാഹു അൻഹായോട് സക്കരിയ അലൈഹിസ്സലാം, മാതൃ സഹോദരി ഭർത്താവായ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചതാണ്. അപ്പോൾ അത് പേരെഴുതിയാൽ മതി, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കൂടെ വേണം ആരാണ് കൂടെ വേണ്ടത്? ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. അടുത്തത്, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി തിന്നില്ല. കാരണം എന്തായിരുന്നു? കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തുമോ എന്ന ഭയമായിരുന്നു അതിൻ്റെ കാരണം. അടുത്തത്, മനസ്സുകൊണ്ടുള്ള രിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ മനസ്സുകൊണ്ടുള്ള രിദ്ദത്തിന് നിങ്ങൾ കുറേ കാര്യങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട്. ഏത് എഴുതിയാലും മതി. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ളത് ഹലാലാക്കാൻ കൊതിക്കുക. ഇത് മനസ്സുകൊണ്ടുള്ള രിദ്ദയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒന്ന് എഴുതുക. അടുത്തതെന്താണ്? 16 തവണ തേള് കുത്തിയിട്ടും മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല. കാരണം എന്തായിരുന്നു? കാരണം ഹദീസിനോട് അനാദരവുണ്ടാകുമോ എന്ന ഭയം കാരണമാണ് അദ്ദേഹം ക്ലാസ് നിർത്താതിരുന്നത്. ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണമായിരുന്നു അദ്ദേഹം ക്ലാസ് നിർത്താതിരുന്നത്. ഇനി 5 വരിയിൽ കുറയാതെ കുറിപ്പ് എഴുതാനാണ്. ഇൽമിൻ്റെ മഹത്വമാണ് വന്നത്. അപ്പോൾ അത് നൂറുല്ലാഹി തആല എന്ന പാഠത്തിൽ നിന്ന് ഇൽമിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് എഴുതിയാൽ അവിടെ 6 മാർക്ക് ലഭിക്കുന്നതാണ്. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്ക് വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിച്ച് ഇൽമു പഠിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. കർഷകൻ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഭൂമി ശരിപ്പെടുത്തുന്നത് പോലെ അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. തുടർന്ന് അദബുകൾ പാലിച്ചുകൊണ്ട് അറിവ് നേടണം. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല. ഇൽമു ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. അറിവ് പഠിക്കുന്നതിന് മുമ്പ് പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾ, ഉസ്താദുമാർ എന്നിവർക്ക് ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് ജീവിക്കണം. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇൽമിനെക്കുറിച്ച് അവിടെ എഴുതാം. പിന്നെ വരുന്നത് മദ്ഹബുകളെ കുറിച്ച് എഴുതാനാണ്. നിങ്ങളെ 3ാമത്തെ പാഠം വരുന്നുണ്ട്. അതിൽ നിന്ന് മദ്ഹബുകളെ കുറിച്ചിട്ട് എഴുതാം. എന്താണ്? വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആൻ്റെ വിശദീകരണം നൽകി. സ്വഹാബികൾ താബിഉകൾക്കും താബിഉകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവൻ ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. മദ്ഹബിനെ കുറിച്ച് നിങ്ങളെ 3ാമത്തെ പാഠത്തിൽ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. അത് മുഴുവൻ മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മദ്ഹബുകളിൽ 4 ഇമാമുകളാണ്. ഫിഖ് 4 ഇമാമുകളാണ്. 4 ഇമാമുകളിൽ പ്രഥമൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു
ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ളത് ഹനഫി മദ്ഹബിലാണ് എന്നൊക്കെ ചേർത്ത് നമുക്ക് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മദ്ഹബിനെ കുറിച്ചൊക്കെ എഴുതാം. 4 ഇമാമുകളെ കുറിച്ചിട്ടും അവരുടെ മദ്ഹബുകളും മദ്ഹബിനെ കുറിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 1 എന്ന ചോദ്യപേപ്പറിൽ വന്നത്. എന്തെങ്കിലും പറയുന്നതിലൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വിട്ടുപോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.